ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. നിൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈശോയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് കടന്നു വരട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. അത് ഗനേസറത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുക. ഒത്തിരി പേര് ഈശോയുടെ അടുത്ത് ഓടിക്കൂടി രോഗങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് കാണുക. ഇതിൽ 55-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ആളുകൾ വിശ്വാസം നോക്കിയേ, അവർ ഓടി നടക്കുക രോഗികളെ തപ്പി, എന്നിട്ട് കിടക്കയോട് കൂടി എടുത്താണ് കൊണ്ടുവരുന്നത്. എന്താ അവർ ഇത്രമാത്രം സാഹസം കാണിക്കുക? അവർക്ക് മനസ്സിലായി ഈ ഈശോയ്ക്ക് ഈ കൊണ്ടുവരുന്നവരുടെ കാര്യത്തിലെല്ലാം ഇടപെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുക. പിന്നീട് നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റും, വരുന്നവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നതായിട്ട്. അത് ഈശോയുടെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നത് തൊട്ടവർക്കൊക്കെ സൗഖ്യം കിട്ടി. നീ എത്രമാത്രം നിൻ്റെ കർത്താവ് വിശ്വസിക്കുന്നുണ്ട്? നിനക്കുമില്ലേ രോഗങ്ങൾ, നിനക്കുമില്ല അസ്വസ്ഥതകൾ, നിനക്കുമില്ല ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് പ്രിയ സഹോദര സഹോദരി, എത്രത്തോളം നിനക്ക് ഉറപ്പുണ്ട്? ഈ ഉറപ്പൊന്ന് സൂക്ഷിക്കാവോ? എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയോളം നിൻ്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നിനക്ക് ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് എന്തൊക്കെ പ്രതിസന്ധികളാണ് മുമ്പിലെങ്കിലും, രോഗമാകട്ടെ, പീഡനങ്ങളാകട്ടെ, ക്ലേശങ്ങളാകട്ടെ, മറ്റു തലത്തിലുള്ള ബുദ്ധിമുട്ടുകളാകട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടും മാറ്റിമറിക്കുന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് അങ്ങ് നൽകണമേ. ആ ബോധ്യത്തെ വളർത്തണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം.